നമസ്കാരം. ഞാൻ ഈ ചികിത്സയുടെയും വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ കാര്യത്തിലൊരു തുറന്ന സമീപനക്കാരനാണ്. ഇന്ന സാങ്കേതിക ഉപയോഗിക്കുകയൊന്നുമില്ല. ഞാൻ അവസരമനുസരിച്ച് ആയുർവേദവും ഹോമിയോപ്പതിയും അലോപ്പതിയും എല്ലാം മാറി മാറി ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പലരും ആയുർവേദത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരാണെങ്കിലും ചുറ്റുമുള്ള ആൾക്ക് അതേക്കുറിച്ച് ഒരു ധാരണ ഇല്ലയെന്ന് കാണുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ആയുർവേദത്തെക്കുറിച്ച് ഇങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്. അത് ഓരോ തവണ പറയുമ്പോൾ ഇതൊരു കപടശാസ്ത്രമാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുതെന്നുള്ള മറ്റുള്ള കമൻറ്റുകളും കാണുന്നവരുടെ കയ്യിൽ നിന്ന് വരാറുണ്ട്. ആയുർവേദം ഒരു ശാസ്ത്രമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ കേൾക്കുന്ന പലർക്കും സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് 24 വർഷം ഭാഭ ആറ്റമിക് എനർജി റിസർച്ച് സെൻറ്ററിൽ ഫിസിക്സിൽ ഗവേഷണം നടത്തുകയും അതിനുശേഷം ആയുർവേദ ഗവേഷണത്തിലേക്ക് തിരിയുകയും ഡോക്ടർ വല്യത്താനെ പോലുള്ള വളരെ വലിയ ഒരു വൈദ്യശാസ്ത്രജ്ഞനോടൊപ്പം 30 വർഷത്തോളം പ്രവർത്തിക്കുകയും ചെയ്ത ഡോക്ടർ ടി.എസ്. മുരളി, അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രമുഖ അലോപ്പതി വൈദ്യശാസ്ത്രജ്ഞൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ വല്യത്താൻ്റെ അനുഭവങ്ങൾ, വല്യത്താനുമൊത്ത് അദ്ദേഹം ചിലവാക്കിയ കാര്യങ്ങളുടെ അനുഭവമാണ്. ഡോക്ടർ വല്യത്താൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുവാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അകാല വിയോഗം എന്ന് പറയാനൊക്കില്ല. അദ്ദേഹം കുറച്ച് നാളായിട്ട് രോഗബാധിതനായിരുന്നുകൊണ്ട് അദ്ദേഹം പുറത്ത് ഇത് കൊടുത്തിരുന്നില്ല. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അവർ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം പബ്ലിഷ്ഡ് പേപ്പറുകളും മറ്റുമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു മുതൽക്കൂട്ടം എന്നുള്ളതിലേക്ക് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുകയാണ്. സാറേ, നമ്മുടെ ഡോക്ടർ വല്യത്താൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞ് തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം രോഗബാധിതനാകുകയും പിന്നെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞത് നടന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ആയുർവേദവും ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ലോകത്തെ അറിയപ്പെടുന്ന കാർഡിയാക് സർജന്മാരിൽ ഒരാൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ശ്രീത്ര സ്ഥാപിച്ചു. ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് അതിനൊരു വിങ് ഉണ്ടാക്കി, ഹാർട്ട് വാൽവ് ഉണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെ സയൻസിൽ റിസർച്ച് ചെയ്ത ഒരാളെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം ആയുർവേദത്തിലേക്ക് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഒരുമിച്ച് സാറ് പ്രോജക്റ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് സംസ്കൃതത്തിൽ വിവരമുണ്ടായിരുന്നു. മാവേലിക്കര ഡേയ്സ്, ട്രിവാൻഡ്രം ഡേയ്സിലൊക്കെ. പ്ലസ് വാസ് എ പോസിറ്റീവ് പേഴ്സൺ ആസ് ലോങ് ആസ് ഹിസ് അപ്രോച്ച് ടു സയൻസ് ഈസ് കൺസേൺ. ഒരു വൈഡ് ഓപ്പൺ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കമൻ്റായിരുന്നു. ഇൻസിഡൻ്റലായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ കാണുന്നത് ഒരു 4 ഫേസിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ എന്ന് ഞാൻ വിചാരിക്കുന്നു. 1991 ഇവിടെ കോട്ടക്കൽ എല്ലാ കൊല്ലവും ഒരു സെമിനാർ നടക്കും, ആയുർവേദ സെമിനാർ, 60 കൊല്ലമായിട്ട്. അദ്ദേഹത്തെ അന്ന് വിളിച്ചു. ഈ ശസ്ത്രക്രിയ ശുശ്രുതൻ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ആ ടോപ്പിക്കിൽ എപ്പോഴും ഒരു മോഡേൺ മെഡിസിൻ്റെ ആളെയും വിളിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ആൻ ഒക്കേഷൻ വെൻ ഹി ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഹി മേഡ് എ ഗുഡ് സ്റ്റഡി ബിഫോർ ഹി മേഡ് എ പ്രസൻറ്റേഷൻ. അദ്ദേഹത്തിൻ്റെ സീരിയസ് ആയിട്ടുള്ള ആയുർവേദത്തിലേക്കുള്ള അപ്രോച്ച് ഇതാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി ഗോട്ട് സോ മച്ച് ഇൻട്രസ്റ്റഡ് that a little later അദ്ദേഹം he was asked by International Science Academy, INSA, to prepare a decadal vision statement about his approach to Ayurvedic biology. അതിനു മുമ്പ് ഒന്നുണ്ടായത്, that was again an incidental occasion. 1996 കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR, അന്ന് ഡോക്ടർ R.A. മാഷേൽക്കറാണ് എൻ്റെ ഡയറക്ടർ ജനറൽ. They approached Ayurvedashala with a proposal that maybe there can be a joint program looking at the possibility of finding bioactive molecules from Ayurveda. അന്ന് ഇടനിലക്കാരായിരുന്നത് ഡോക്ടർ വലിയത്താന. അന്നത് കത്ത് വന്നു. PK വാരിക്കാണ് അദ്ദേഹം എഴുതിയത്, ഡോക്ടർ വലിയത്താനാണ് എഴുതിയത്. നാച്ചുറലി അത് ഞാനാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ട എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങളത് അത്ര സമ്മതമല്ല എന്ന നിലയ്ക്ക് എഴുതിയത് ഫോർ എ ഫ്യൂ ഡിഫറെൻറ്റ് റീസൺസ്. ഒന്ന്, CSIRൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഈ സിംഗിൾ ഹെർബ്സ്, തുളസി ഈസ് ഈക്വൽ ടു ദിസ്, അല്ലെങ്കിൽ മറ്റൊന്ന്. അപ്പോൾ പറഞ്ഞ അന്നത്തെ ഒരു ആർഗ്യുമെൻ്റ് എന്താ വെച്ചാൽ, ദ ആയുർവേദ ആസ് എ പ്രാക്ടീസിങ് സിസ്റ്റം ഓഫ് ഹെൽത്ത് കെയർ വി ആർ മോർ കൺവേഴ്സ്ഡ് വിത്ത് the use of processed polyherbal formulations rather than single herbs. പുസ്തകത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ ചികിത്സകന്മാർക്ക് ശീലമുള്ളത് ഇങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്പർ 1. നമ്പർ 2, നമുക്ക് വേറെ ചില കൺസേൺസ് ഉണ്ട്. ഒരു രോഗിയുടെ മറ്റു പല അവസ്ഥകൾ, ദ ഹ്യൂമറൽ സ്റ്റാറ്റസ്, ഈ വാത പിത്ത കഫ സ്റ്റാറ്റസ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അതുപോലെ ഭക്ഷണം, ജീവിതചര്യ, പലതുണ്ട്.
അപ്പോൾ സ്ട്രേറ്റ് വേ ഒരു തുളസി തലവേദനയ്ക്ക് നന്ന് മറ്റൊന്ന് പനിക്ക് നന്ന് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ച് ഞങ്ങൾക്ക് ശരിയാ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് എഴുതി. അതിന് അദ്ദേഹം ഒരു മറുപടി അയച്ചിട്ടുണ്ട് ഡോക്ടർ വലിയത്താൻ. ഐ ഡു ഡെഫിനറ്റ്ലി അഗ്രി വിത്ത് ദിസ് പൊസിഷൻ. I know that Ayurveda transcends, ആ വാക്ക് അദ്ദേഹം ട്രാൻസെൻസ് ബിയോണ്ട് ഓൾ ദീസ് കൺസെപ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ആയുർവേദം ആയിരക്കണക്കിന് കൊല്ലത്തെ പഴക്കമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണെന്ന് പറയണു. എന്നിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു മരുന്ന് നമുക്ക് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? ലുക്ക് അറ്റ് അതർ മെഡിസിൻ. ഷുഡ് വി നോട്ട് മേക്ക് എൻ എഫേർട്ട് ഫോർ ദാറ്റ്? ആൻഡ് CSIR think that that's a project for them. Don't you think that you should be a partner of that? അതോടുകൂടി ഞങ്ങൾ എഗ്രി ചെയ്യേണ്ടത്. അദ്ദേഹമാണ് അത് തുടങ്ങിയത്. അത് ഒരു 10 കൊല്ലത്തോളം നീണ്ടു നിന്നൊരു പ്രോജക്റ്റായിരുന്നു. അതിൽ മൾട്ടി പാർട്ട്ണർ ഞങ്ങൾ ആയുർവേദത്തിൻ്റെ ഞാനാണത് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. മറ്റേ IICT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബേസിക്കലി സയൻസ് ഫിസിസിസ്റ്റ് ബേസിക്കലി. അത് പക്ഷേ പല കാരണങ്ങൾ ഞാൻ ഇവിടെ വന്നതാണത്. അപ്പോൾ പക്ഷേ ഐ ഹാവ് കൊളീഗ്സ്. ഐ വാസ് ലിവിങ് വിതിൻ ഫിസിഷ്യൻസ്. അപ്പോൾ ഐ ഹാവ് ടു എൻ്റെ അച്ഛൻ വൈദ്യനായിരുന്നു, മറ്റേ ആരോഗ്യശാല ചീഫ് ഫിസിഷ്യനായിരുന്നു. അപ്പോൾ കുറച്ചൊരു അല്ല, അപ്പോൾ ഈ വൈദ്യത്തിൽ നിന്ന് ഫിസിക്സിലേക്ക് പോകാൻ കാര്യം എന്താണ്? അല്ല, ഫിസിക്സിന് അങ്ങനെയല്ല. ഐ വാസ് ഡൂയിങ് ഫെയർലി വെൽ ഓവർ ദ. ഞങ്ങൾ 24 കൊല്ലം ഉണ്ടായിട്ടുണ്ട് അറ്റോമിക് എനർജി ബോംബെയിൽ. പക്ഷേ ചില സാഹചര്യവശാൽ വ്യക്തിപരമായിട്ടുള്ള കാരണത്തിൽ എനിക്കിങ്ങോട്ട് വരണം തോന്നി. അതേസമയം ഇവിടെ ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് ആറ്റമിക് എനർജി സെൻറ്ററിൽ നിന്നാണ്. ഞാൻ ട്രോംബയിലായിരുന്നു. ഞാൻ 24 കൊല്ലം. ഞാനും ഫാമിലി, എൻ്റെ കുട്ടികളൊക്കെ അവിടെ ആയിരുന്നു, 2 പേരും. അപ്പോൾ മിക്കവർക്കും ഇവിടെ ഒരു ആവശ്യം വന്നു. ഇവിടെ ഒരു R&D ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അതിലുണ്ടായിരുന്ന ആൾ റിട്ടയർ ചെയ്യുമ്പോൾ ഈ തോട്ട് ദാറ്റ് മേ ബി ഐ വിൽ ബി ഏബിൾ ടു ഫിൽ ദ ഗ്യാപ്പ് എന്ന് അദ്ദേഹം വിചാരിച്ച് കാണും. എനിക്കും വരാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടി എനിക്ക് വരണം താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻഫാക്ട് 91 ഇവിടെ നീണ്ടകര ചവറയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ തോറിയം മെഷർമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വി ആർ കൊളാബറേറ്റിംഗ് വിത്ത് ക്യാൻസർ സെൻറ്റർ. അവിടെ ഈ എന്താണ് അവിടുത്തെ ആളുകൾക്ക് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എക്സ്പോഷർ കാരണം ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള അങ്ങനത്തെ ചില സ്റ്റഡീസൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി എന്താണ് ഡോക്ടർ മാഷേക്കർ ഹിംസെൽഫ് കെയിം ഹിയർ, ഡോക്ടർ വലിയത്താൻ കെയിം, പ്രൊഫസർ R. Kumar കെയിം, ദർ ആർ അതേഴ്സ് ലൈക്ക് നംജോഷി, ഓൾ ഓഫ് ദം കെയിം ഹിയർ. വി ഹാഡ് എ ഡിസ്കഷൻ. എന്നിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അതിലെന്താ എസെൻസ് ഓഫ് ഉണ്ടായിരുന്ന വെച്ചാൽ നമ്മൾ ചിലത് പ്രപ്പോസ് അതിൻ്റെ ആയുർവേദിക് നോളജിൻ്റെ കസ്റ്റോഡിയൻസ് ഞങ്ങളാണ്. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഈ മഞ്ഞളിന്റെ വിവാദം, വേപ്പിന്റെ വിവാദം ഒക്കെ വരുന്നത്. ഇറ്റ് വാസ് എക്സാക്ട്ലി ദ സെയിം. മഞ്ഞളിൻ്റെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ തുളസി ഇന്ന മരുന്നാണെന്നുള്ള മട്ടിൽ ചിലപ്പോൾ ലേബൽ ചെയ്യാൻ CSIR നോക്കിയതായിരിക്കും. മഞ്ഞളിൽ അവിടെ ഒരു ടെക്സാസിന് ഒരു ക്ലെയിം ഉണ്ടാവില്ല. നമ്മൾ CSIR അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ മെഡിസിന്റെ പേരെല്ലാം കൂടെ ചെയ്തിടാന്ന് ഒരു ഡോക്ടർ വിഷ്ണു ഒക്കെ ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. ഡിജിറ്റൈസ് ചെയ്തിട്ട് ഇതിടാം. അപ്പൊ പിന്നെ ആരും പേറ്റന്റ് എടുക്കില്ല. എനിക്ക് അതാണെന്ന് തോന്നുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് TKDL എന്ന് പറയും, എന്താണ് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് തുടങ്ങലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് മോഡിഫൈ ചെയ്തു. നമ്മൾ സിംഗിൾ ഹെർബ് എന്നുള്ളത് മാറ്റിയിട്ട് പോളി ഹെർബൽ ഫോർമുലേഷൻസ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൻ്റെ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ്, അതിൻ്റെ ആയുർവേദ ബാക്ക്ഗ്രൗണ്ടൊക്കെ തയ്യാറാക്കും. എന്നിട്ട് CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി സെൻറ്റർ, ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CMAP ലഖ്നൗ, ഈ CDRI ലഖ്നൗ, ഇങ്ങനെ പല ലാബോറട്ടറീസ് CSIRൻ്റെ കീഴിലുള്ളവർ കൂടിയിട്ട് അത് ക്വാർട്ടർലി റിവ്യൂ. ദാറ്റ് പ്രോഗ്രസ്ഡ് എ ലോട്ട്. At some point we suddenly realized that they realized that there is no IPR potential in this intellectual property rights. കാരണം this is already in the public domain. നമ്മളൊരു കഷായമോ മരുന്നോ ആയുർവേദ പുസ്തകം, അപ്പോൾ അവർക്ക് അതൊന്ന് മോഡിഫൈ ചെയ്യുന്നു. thereafter they asked us to concoct new formulations based on Ayurveda knowledge. എന്നാലേ നമുക്കൊരു ക്ലെയിം ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ എന്ത് പറ്റിച്ചാൽ ഒരു സർട്ടൺ സ്റ്റേജ് വരെ അത് പ്രോഗ്രസ് ചെയ്തു. അതിൽ ഒരു ആൻറ്റി അൾസർ ഡ്രഗ്, ഒരു മെമ്മറി എൻഹാൻസിങ് ഡ്രഗ്, ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗ്, ഇങ്ങനെയൊക്കെ ചിലത് ഡെവലപ്പ് ചെയ്തു. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം അതിൽ ആ ആൻറ്റി ക്യാൻസർ ആൻഡ് മെമ്മറി എൻഹാൻസിങ് വേർ ഡെറിവേറ്റീവ് മോളിക്യൂൾസ്. നമ്മൾ കൊടുക്കുന്ന ഫോർമുല കെമിക്കൽ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് ഫ്രാക്ഷനേറ്റ് ചെയ്ത് കിട്ടുന്ന മോളിക്യൂളിനാണ് ഈ പ്രോപ്പർട്ടി കണ്ട്, നോട്ട് ഫോർ ദ ഡ്രഗ് ആസ് എ ഹോൾ. ബട്ട് in the case of the anti-ulcer drug, ഞങ്ങൾ AP76 എന്നാണ് പേരിട്ടിരുന്നത്. ഇറ്റ് ഈസ് ഫോർ ദ ഫോർമുല ദാറ്റ് ദിസ് എന്താണ് അത് ഓമിപ്രസോളിനൊക്കെ കമ്പാരബിൾ ആയിട്ടുള്ള ആൻറ്റാസിഡ് കൈൻഡ് ഓഫ് എൻ എഫക്റ്റ് ആണ് കണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു സ്റ്റേജ് വരെ അത് പോയുള്ളൂ. ഇതെല്ലാം പേറ്റൻറ്റ് ചെയ്തു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഫോർ ക്ലാസിക്കൽ ആയുർവേദിക് നോളജ് വെർ പെയിൻറ്റഡ് അക്രോസ് ദ വേൾഡ്. CSIR അത് ചെയ്ത് വെർ CSIR ആൻഡ് ABS വെർ കോ ഓണേഴ്സ് ആൻഡ് വി വെർ ഓൾസോ കോ ഓഥേഴ്സ്. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ സയൻസ് റിസർച്ചിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോഡേൺ സയൻറ്റിസ്റ്റ്, മോഡേൺ സയൻറ്റിഫിക് മെത്തേഡ്സ് അതാണ് ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ CDRI എന്നൊക്കെ പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവരൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്.
അത് എന്താണ് PCT പാരീസ് കൺവെൻഷൻ ട്രീറ്റി പ്രകാരം US എന്താണ് ചൈനീസ്, കൊറിയൻ, ഇന്ത്യൻ പേറ്റൻ്റൊക്കെ എടുത്തു. പേറ്റൻറ്റ് ഈസ് ഓക്കെ. പേറ്റൻറ്റബിലിറ്റിക്ക് 1-2 ഡെഫിനിഷൻസ് ഉണ്ട്, 3 കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു. ബട്ട് ദെൻ ഹൗ ടു ഗോ ബിയോണ്ട് ദാറ്റ്? ബിക്കോസ് പേറ്റൻറ്റ്സ് ആർ എനി നമ്പർ ഓഫ് ദ ഫ്രിവലസ് പേറ്റൻറ്റ്സ് ആർ ദർ ഇൻ ദ വേൾഡ്. അവിടെ വെച്ചിട്ട് വി ഗോട്ട് സ്റ്റക്ക്. വി പറഞ്ഞ ആസ് എ ഹോൾ CSIR എങ്ങനെയാണിത് പ്രൊസീഡ് ചെയ്യുക? ഇത് കാരണം പേറ്റൻറ്റിങ്ങിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്താണ് നോൺ ഒബ്യൂസിബിലിറ്റി, ഇന്നോവേഷനൊക്കെ വേണ്ട തന്നെ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷനും വേണം. കമേഴ്ഷ്യൽ ആപ്ലിക്കേഷനാക്കി ഇത് മാറ്റണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഇപ്പോൾ ഡ്രഗ് ഡെവലപ്മെൻറ്റ് ചില നിയമങ്ങളുണ്ട്, ചില മെത്തഡോളജി ഉണ്ട്. അപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ ഇൻ ഡൽഹി എന്താണ് ICMRൻ്റെ മുഖതാവിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി ഞങ്ങളുണ്ടായിരുന്നു. CSIR ആയിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഡോക്ടർ NK ഗാംഗുലി വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ICMR at that time. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി ഫോർ എ കോമ്പിനേഷൻ ഓഫ് റീസൺസ് അത് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇതൊക്കെ എങ്ങനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ തക്കവണ്ണം ഒരു കമ്മോഡിറ്റിയാക്കി മാറ്റാം എന്നുള്ള സ്റ്റേജിലേക്ക് പോകാൻ ഉണ്ടായില്ല. അപ്പോഴേക്കും അവിടെ ചിലരൊക്കെ റിട്ടയർ അത് വിതറി ചെയ്ത് പോയി. അങ്ങനെ ഉണ്ടായത്. അതിൻ്റെ ഒരു ഓപ്ഷൂട്ടായിട്ട് നിമിറ്റ്ലി എന്നൊരു പ്രോഗ്രാം ഡോക്ടർ മാഷേക്കർ തുടങ്ങി, ദ ന്യൂ മില്ലേനിയം ടെക്നോളജിക്കൽ ഇനിഷ്യേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ പാർട്ണറായിരുന്നു. The point is that with respect to Dr. Baliyathan was sitting all through this meeting as an advisor. അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്ത് പോവുണ്ടായില്ല. ഞങ്ങളുടെ എല്ലാ പീരിയോഡിക് മീറ്റിങ്ങിനും അദ്ദേഹം ഉണ്ടാവും. അതിൻ്റെ തുടർച്ചയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഈ എന്താണ് ഈ യൂണിവേഴ്സിറ്റികളിൽ പോയി സംസാരിച്ചു. യു ടോക്ക് ടു 12 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് 2 ആയുർവേദിക് ഓർഗനൈസേഷൻസ്. അതിന് ശേഷമാണ് അദ്ദേഹം ആ ഡീക്കേഡൽ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ആയുർവേദിക് വളരെ ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് സം പ്രോജക്റ്റ് പറഞ്ഞ് എല്ലാവരോടും സംസാരിച്ചിരുന്നു. ബട്ട് ദെൻ അൺഫോർച്ചുനേറ്റ്ലി ഹി ഡിഡ് നോട്ട് ഗെറ്റ് എനി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ഈവൻ ദി ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ്, സോ ടു സേ. അവർ ഞാൻ പേരൊന്നും പറയുന്നില്ല. ഐ വാസ് എ ലിറ്റിൽ അൺഹാപ്പി. ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ വെച്ചായിരുന്നു. ബട്ട് ദെൻ ഹി ഗോട്ട് എ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ്. ഡോക്ടർ R. ചിദംബരം അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയിൽ നിന്ന് ചെയർമാനായിട്ട് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഹി വാസ് ദി പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ വെച്ചാൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുക. ദേ ഡോണ്ട് കണ്ടിന്യൂ ടു സപ്പോർട്ട് എ പ്രോജക്റ്റ്. പക്ഷേ ഇങ്ങനെ ഇന്നോവേറ്റീവായിട്ട് വലുതും വന്നാൽ അതിന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ഡോക്ടർ വലിയത്താനും അദ്ദേഹത്തിന് ഹി ഗോട്ട് സോ മച്ച് ഇംപ്രസ്ഡ്. ഇതേ സമയത്ത് തന്നെയാണ് ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ 3 ലെഗസീസ് എഴുതുന്നത്. ലെഗസി ഓഫ് ചരക കെയിം ഔട്ട് ഇൻ 2003, ലെഗസി ഓഫ് സുശ്രുത കെയിം ഔട്ട് ഇൻ 2006, ലെഗസി ഓഫ് വാഗ്ബഡ കെയിം ഇൻ 2009. അപ്പോൾ ഇതിന് അദ്ദേഹത്തിൻ്റെ ഫണ്ട് കിട്ടിയത് ഹോമി ഭാഭ ഫണ്ടാണ്. ഈ ബിക്കെയിം ദ നാഷണൽ പ്രൊഫസർ ഓഫ് ഹോമി ഭാഭ സപ്പോർട്ടഡ്. ആ ഫണ്ട് കൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം അതിൻ്റെ ചരകൻ്റെ എഴുതാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാഘവേന്ദ്ര രൂപാൻ്റെ അടുത്ത് വന്നത്. അതിലും അദ്ദേഹം ആദ്യം അഡ്വൈസ് ചെയ്ത് ആയുർവേദശാലയാണ്, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനാണ് അന്ന് കറസ്പോണ്ട് ചെയ്ത്. ഞാൻ ഡോക്ടർ രാജഗോപാലൻ കൊല്ലത്തുണ്ട് ഡോക്ടർ. അദ്ദേഹത്തിന് ഒരാളെ അടുത്ത് കുറച്ച് നേരം പഠിക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ തിരുപ്പാട്. അദ്ദേഹം പക്ഷേ തിരുപ്പാടിനാണ് ആദ്യത്തെ വിഷയത്തിൽ അദ്ദേഹം ഡോക്ടർ രാജഗോപാലിന് താങ്ക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റേ ലെഗസി ഓഫ് ചരകയിൽ. പിന്നെ ഞങ്ങളുടെ കൊളീഗുണ്ടായിരുന്നു ഡോക്ടർ രാമൻകുട്ടി PK വരെ അദ്ദേഹം പ്രത്യേകം താങ്ക്സ് പറഞ്ഞിട്ട്. വി പ്രൊവൈഡ് പല ഡിസ്കഷൻസും കോട്ടയ്ക്കിൽ വെച്ചാൽ നടക്കാറ്. ഞാനാണത് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അത് പാരലായിട്ട് നടന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് അദ്ദേഹം തീർച്ചയായും ഇതങ്ങനെ ഒരു അസയ്യ എന്നാണ് അദ്ദേഹം പേരിട്ടത്, എ സയൻറ്റിഫിക് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ. ദാറ്റ് വാസ് എ മേജർ പ്രോഗ്രാം. അതിൽ അദ്ദേഹം 1-2 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ഡ്രഗ് ഡിസ്കവറി, പുതിയ ഡ്രഗ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയല്ല. അതൊക്കെ ഇൻഡസ്ട്രി ആരൊക്കെ ചെയ്യുന്നുണ്ട്. നോർ ഐ എം ഐ ലുക്കിംഗ് അറ്റ് ക്ലിനിക്കൽ റിസർച്ച്, അതൊക്കെ വേറെ വിഷയം. ഇതൊക്കെ വാട്ട് ഐ എം ട്രൈങ് ടു ലുക്ക് അറ്റ് 3 ആസ്പെക്ട്. നമ്പർ 1 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ആയുർവേദ, പ്രൊസീജിയേഴ്സ് ഓഫ് ആയുർവേദ, ആസ് വെൽ ആസ് സം ഓഫ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഇങ്ങനെ 3 എണ്ണം. എന്നിട്ട് അദ്ദേഹം ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഒരു നാഷണൽ റിസർച്ച് ലബോറട്ടറീസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. സം ഓഫ് ദ ടോപ്പ് വൺസ് ലൈക്ക് IIT ഖരഗ്പൂർ, BARC വാസ് എ പാർട്ണർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, CCMB ഹൈദരാബാദ്. ഇവരൊക്കെ അതിൽ ബയോളജി, ഇവരൊക്കെ അതിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു. ആയുർവേദത്തിന് അതിൻ്റെ 3 പേരുണ്ടായിരുന്നു. 1 ആയുർവേദയിലുണ്ടായിരുന്നു, 2 FRLST എന്ന് പറയും, ഫെഡറേഷൻ ഫോർ റീവൈറ്റലൈസേഷൻ ഓഫ് ലോക്കൽ ഹെൽത്ത് ട്രഡീഷൻസ്. FRLST പറഞ്ഞ കുറേ കാലം പഴക്കമുള്ളൊരു ഏർപ്പാടാണ്. ബാംഗ്ലൂർ ജലഹങ്ക ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അവർക്ക് വലിയൊരു സെൻ്ററൊക്കെ ഉണ്ട് അവിടെ ഇപ്പോഴുണ്ട്. FRLST ഗവൺമെൻറ് കീഴിൽ തന്നെയാണോ അതോ പ്രൈവറ്റ് അല്ല തോന്നുന്നു. അത് ഇനി ഗവൺമെൻറ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. FRLST ഇപ്പോൾ ഇവർ ഒരു വലിയ യൂണിവേഴ്സിറ്റി പോലെ ഒരു ഓട്ടോണമസ് ബോഡിയൊക്കെ ആയിട്ട് അതാണോ? അല്ല, അവർക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലുക്ക് അറ്റ് പറഞ്ഞു പലതരത്തിലുള്ള ഇങ്ങനത്തെ ലോക്കൽ
ഹെൽത്ത് ട്രഡീഷൻസ്. അതെ, കളരിയൊക്കെ അവരവിടെ കൊണ്ട് ട്രീറ്റ് അവരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ബിഗ് ലബോറട്ടറി, ഞാൻ അവിടെ പല മീറ്റിങ്ങുകൾക്ക് പോയിട്ടുള്ളതാണ്. അതാണ്. പിന്നെ പൂനെയിൽ ഒരു ആയുർവേദ കോളേജ്, ഇങ്ങനെ ആയുർവേദക്കാർ 3 പേരുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത 4-5 പ്രോഗ്രാംസ്. ഒന്ന് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന കൺസെപ്റ്റാണ്. അവരെപ്പോഴും പറയുമല്ലോ, ചികിത്സ രോഗത്തിനല്ല രോഗിക്കാണ്. അതെന്താ കാരണം? എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, വാദം പിത്തം കഫം എന്നാണ് നമ്മൾ വളരെ മുണ്ടേനായിട്ട് പറയും. അത് പല കോമ്പിനേഷൻസ് ഉണ്ട്. വെദർ ദാറ്റ് ക്യാൻ ബി ലുക്ക്ഡ് അറ്റ് ഫ്രം ദ മോഡേൺ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളതായിരുന്നു ഒന്ന്. 2, ആയുർവേദത്തിൻ്റെ ഇതുപോലെ ഒരു കൺസെപ്റ്റാണ് രസായനം. ഈ രസായനം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും സൂക്കട് വന്നാൽ കഴിക്കേണ്ട ഒരു സാധനം. അഫ്കോഴ്സ് ഡോക്ടർ ഉദയകുമാറിനുള്ളപ്പോൾ ഞാനതൊക്കെ പറഞ്ഞത് ശരി അല്ല, എന്നാൽ പോലും അത് നമ്മൾ നോർമൽ ഹെൽത്തുള്ള സമയത്ത് അത് ജീവിതശൈലി കൊണ്ടാവാം, ഭക്ഷണ രീതി കൊണ്ടാവാം, മരുന്ന് എന്ന് ഞാൻ പറയുന്നില്ല, രസായനങ്ങളെ കൊണ്ടാവാം. നമുക്കുണ്ടാക്കുന്ന സിസ്റ്റം എന്താ വെച്ചാൽ ഗ്രേസ്ഫുൾ ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് രസായനത്തിൻ്റെ കൺസെപ്റ്റ്. പിന്നെ ആയുർവേദം നിരന്തരം ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് മെറ്റൽ ടോക്സിസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഫിസിക്സ് പഠിച്ച എല്ലാവർക്കും, കെമിസ്ട്രി പഠിച്ചവർക്ക് അറിയാം, മെർക്കുറി ഇസ് എ ടോക്സിക് മെറ്റീരിയൽ. ലെക്ചറി കാണുമ്പോൾ മെർക്കുറി ഉപയോഗിച്ചിട്ട് ആയുർവേദ മരുന്നുകളുണ്ട്. അതിന് ആയുർവേദത്തിൻ്റെതായ ശാസ്ത്രങ്ങളുണ്ട്. കാരണം രസതരംഗണിയിലൊക്കെ ആദ്യത്തെ ഇതിൽ തന്നെ പറയുന്നത് അണ്ടർ സർട്ടൺ കണ്ടീഷൻസ് ഓഫ് ദ കിഡ്നി ആൻഡ് ഹാർട്ട് പാരതം എന്നാണ് പറയുക. മെർക്കുറിയുടെ ഓർ അത് കഴിക്കരുതെന്ന് ആയുർവേദത്തിന് അറിയാനില്ല. പക്ഷേ ആയുർവേദം റെക്കമെൻഡ്സ് ടിപ്പിക്കലി ആയുർവേദിക് ഡീടോക്സിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. അതിന് ജാരണം, മാരണം, ശോധനം എന്നൊക്കെയാണ് പേര്. എനിവേ, അപ്പം അങ്ങനത്തെ ഒരു അതാണ് മൂന്നാമതൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ അത് പഞ്ചകർമ്മ വാട്ട് ഡസ് ഇറ്റ് ടു ദ മെറ്റബോളിക് സിസ്റ്റം, അതാണ് 4മതൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത്. 5മത്തത് ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഫിനോടൈപ്സ്, ജീനോടൈപ്സ്, അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, എന്താണ് ഈ വാതഖരം എന്നൊക്കെ പറഞ്ഞത്. ഇങ്ങനെ 4-5 ഇതാണ്. അതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡേൺ സയൻറ്റിഫിക് ലബോറട്ടറീസിനെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു, സയൻറ്റിസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. കൂട്ടത്തിൽ ഞങ്ങളും അതിൽ ആയുർവേദത്തിൽ നേരിട്ട് പങ്കെടുത്തത് 2 പ്രോജക്റ്റിലായിരുന്നു. ഈ രസായനം ഉള്ള പ്രോജക്റ്റിലും ഈ മെർക്കുറി കണ്ടെയ്നിങ് ഡ്രഗിലും. അപ്പോൾ വി വർ ദ കസ്റ്റോഡിയൻ ഓഫ് ആയുർവേദിക് knowledge, Ayurvedic material, Ayurvedic procedures and Ayurvedic, any kind of Ayurvedic input. Modern science അവരും ചെയ്യും. ദിസ് വാസ് നല്ലൊരു സീംലെസ് കൊളാബറേഷൻ ആയിട്ട് ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ. അത് CSIR പ്രോഗ്രാമിൽ തന്നെ അതുണ്ടായി, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതുണ്ടായത്. അൾട്ടിമേറ്റ്ലി ഐ ഡോണ്ട് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ്. അത് പീരിയോഡിക് റിവ്യൂ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നടന്നിരുന്നു. ഫണ്ടിങ് ഡോക്ടർ ചിദംബരമാണ് കൊടുത്തത്. അതിൽ 10-30 റിസർച്ച് പേപ്പേഴ്സ് വന്നു. അതിൻ്റെ വലിയ മോഹമായിരുന്നു ആയുർവേദ സ്കോളേഴ്സ് ഓഥേഴ്സ് ആയിട്ടുള്ള പേപ്പേഴ്സ് വരണം, അത് ഇൻ്റർനാഷണൽ ജേർണൽ വരണം, എന്നാലേ നമ്മളുടെ മേത്തേക്ക് ഇവർ നോക്കുള്ളൂ. ദെൻ ഓൺലി പീപ്പിൾ വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ആസ് എൻ ഒബ്ജക്റ്റീവ് സയൻസ് എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അദ്ദേഹത്തിന് വേറെ ചിലതുണ്ടായിരുന്നു ആയുർവേദത്തിൽ കണ്ടിന്യൂ എന്നുള്ളത്, പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് അതും ചെയ്തത്. ദാറ്റ് ഇസ് വൈ ഹി വാസ് ലുക്കിംഗ് അറ്റ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്. ഇപ്പോൾ ഈ പ്രകൃതിയുടെ കാര്യത്തിൽ ഒന്നാമതരം ദോഷപ്രകൃതി ജീനോമിക് മാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ സർട്ടൺ നമ്പർ ഓഫ് ആയുർവേദത്തിന് പ്രകൃതി നിശ്ചയിക്കാൻ ഒരു മെത്തേഡുണ്ട്. അത് മൾട്ടി സെൻട്രിക് ആയിട്ട് പൂനെയിലും ബാംഗ്ലൂരും മണിപ്പാലിലും ഒക്കെ ചെയ്തിട്ട് ആ ഡാറ്റയും അതിനെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജീനോമിക് ഇതായിട്ടുള്ള കോറിലേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് എ ജീനോമിക് ബേസിസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അത് നേച്ചറിൽ പബ്ലിഷ് ചെയ്തു. നേച്ചറിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുണ്ട്, FRLST ഉണ്ട്, ഞങ്ങളതിലില്ല പ്രോജക്റ്റിൽ. അതല്ല, പക്ഷേ ആദ്യം വന്ന പേപ്പർ ഞങ്ങളിലായിരുന്നു 2012 വന്നത്. അത് ഈ രസായനം എന്നുള്ളതാണ്. അതിന് ഞങ്ങളുടെ പാർട്ട്ണർ ഉണ്ടായിരുന്നത് ഡോക്ടർ രസി ലഖോട്ടിയ എന്ന് പറയും. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ടുള്ള ജനറ്റിക് സയൻറ്റിസ്റ്റാണ്. ഹി വാസ് പാർട്ട് ഓഫ് ദ ജനറ്റിക് ലബോറട്ടറി ഓഫ് ദി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവർ ചെയ്തത് ഡ്രോസോഫില ഫ്ലൈ എന്ന് പറയും. ഈ ഡ്രോസോഫില ഫ്ലൈ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഫ്രൂട്ട് ഫ്ലൈ എന്നാണ് പറയുക. അതിന് 45 ദിവസം ലൈഫേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ലൈഫ് സൈക്കിളിനെ മിമിക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി ഈ മനുഷ്യൻ്റെ മേത്ത് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം ഡ്രോസോഫില ഉപയോഗിക്കുക. എന്നാൽ എന്താ വെച്ചാൽ ഈ എന്താണ് എലി അറക്കലും ഒക്കെ പിന്നീട് മതി. ആദ്യത്തെ സ്റ്റേജത്തെ സ്ക്രീനിങ് മുഴുവൻ ഇതിലാണ്. സ്പെല്ലിംഗ് എങ്ങനെയാണ് സാർ? ഡ്രോസോഫില DROSIPHALA മെലനോഗാസ്റ്റർ എന്നുണ്ട്. ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്നാണ് എൻ്റെ ഫുൾ നെയിം. ഫ്രൂട്ട് ഫ്ലൈ എന്നാണ് ഇംഗ്ലീഷിൽ സാധാരണ എനിക്ക് പറയുക. അതിൻ്റെ സുവോളജിക്കൽ നെയിമാണ് മറ്റത്. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇതാണ്. അപ്പോൾ അതിൻ്റെ രസായനം നമ്മളുണ്ടാക്കി. ആദ്യം ഞങ്ങൾ പ്രപ്പോസ് ചെയ്തത് ഭ്രാമരസായനവും ഇതൊക്കെയാണ്. അപ്പോൾ അന്ന് ഡോക്ടർ RF സിംഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ഈസ് നോമർ, കഴിഞ്ഞ പോലെ അദ്ദേഹം മരിച്ചു, വലിയ റെസ്പെക്റ്റഡ് പ്രൊഫസർ. അദ്ദേഹമാണ് ആമലകി രസായനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അമലിക എന്ന് പറഞ്ഞാൽ നെല്ലിക്കാന്നർത്ഥം. അതൊരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് അല്ല, ഞങ്ങൾ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്താൽ. അതുണ്ടാക്കാൻ അതാണ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ us.
ശാസ്ത്രത്തിൽ ചിലതൊക്കെ പറയുന്നുണ്ട്, മണ്ണ് പറ്റിയിട്ടുള്ള തോട്ടം ഉണ്ടാക്കുക, മണ്ണിൽ കുഴിച്ചിട്ട് അങ്ങനെ ചില സിസ്റ്റംസ് വിച്ച് ആർ നോ മോർ പ്രാക്ടിക്കൽ. അല്ലെങ്കിൽ തണലത്ത് വെച്ച് ഉണക്കുക, ഇന്നത്തെ ഈ പൊള്യൂട്ടഡ് എൻവയോൺമെൻറ്റിൽ വല്ലതും തണലത്ത് വെച്ച് ഉണക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ചില കാര്യകാരണ സഹിതം അതിനെ ചില പ്രത്യേകമായിട്ട് അണ്ടർ കൺട്രോൾ കണ്ടീഷൻസ് അത് ട്രൈ ചെയ്യും. അതിന് ജ്യൂസ് എടുക്കണം, പൊടി എടുക്കണം, അത് നമുക്ക് ചെയ്യണം, 21 ദിവസം ഹൈഡ്രേറ്റ് ചെയ്യണം, എന്നിട്ട് അത് ഇതാക്കണം, പിന്നെ അത് നെയ്യറ്റ് ചേർത്ത് ഡ്രഗ് ആക്കണം, ഒരു പ്ലാസിബോ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ബട്ട് ദെൻ വി ഡിഡ് ദാറ്റ്, വി സ്റ്റാൻഡേർഡൈസ് ദാറ്റ്. അതാണ് അദ്ദേഹത്തിന് വലിയ സമ്മതമായത്. കാരണം ബാച്ച് ടു ബാച്ച് വേരിയേഷൻ പാടില്ല, അതിന് ചില സ്പെക്ട്രം വേണം. ഞങ്ങൾ ഈ ഇത് പറയും HPTLC എന്ന് പറയും, ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി, ഇറ്റ് ഗിവ്സ് യു എ ഫിംഗർ പ്രിൻറ്റ്. അത് പ്രകാരം ഉണ്ടാക്കി, അതൊക്കെ ആ ഭാഗമൊക്കെ ചെയ്തു. ആൻഡ് ദ ഒബ്സർവേഷൻസ് വെർ ദാറ്റ് ഇറ്റ് ഹാഡ് ഇംപ്രൂവ്ഡ് മീഡിയൻ ലൈഫ് എക്സ്പെക്റ്റൻസി, ലൈഫ് സ്പാൻ കൂട്ടി ഫ്ലോറിൻ്റെ, ഫ്രൂട്ട് ഫ്ലൈയുടെ. ഇതിന് വേണ്ടത് അതാണ്, ഈ രസായനത്തിനൊന്നും അതാണ്. മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഇംപ്രൂവ്ഡ് ഫെക്കുണ്ടിറ്റി, റിപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി. നമ്പർ 3, ഇവർക്ക് ഒരു certain ടെമ്പറേച്ചർ ഇതിൽ അവർക്ക് ജീവിക്കാൻ പറ്റൂ. എത്ര 25-22. ഇതിന് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കൂടിയാലും ഇതിൻ്റെ ലാർവയും കേടുവരുന്നില്ല, ജീവനോടെ ഇരിക്കുന്നില്ല. മോർ ഇമ്പോർട്ടൻ്റ്ലി അത് സ്റ്റാർവേഷൻ ടോളറൻസ്, ഈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായി. അതിൽ സ്റ്റാർവേഷൻ റെസിസ്റ്റൻസ്, അത് പട്ടിണി കിടന്നാൽ ചാവേണ്ടതല്ലേ, അതും എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ 4 ഇതൊക്കെ എക്സ്ട്രീംലി മോഡേൺ കൺട്രി, ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. ഇതാണ് ആദ്യം വന്ന പേപ്പർ. ഇത് പ്ലോസ് 1 എന്നുള്ള ജേർണൽ. ഐ സ്റ്റിൽ റിമെമ്പർ. ഞാൻ അതിനും അത്ര ഈസി ആയിരുന്നില്ല പബ്ലിക്കേഷൻ. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോഴാണ്, കാരണം ഞാൻ ഡൽഹിയിലൊരു സയന്റിഫിക് പബ്ലിക്കേഷൻ ഒന്നും ഈസി അല്ല. മറ്റേ പിയർ റിവ്യൂവിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി. മറ്റേ ഞാൻ ഡൽഹിയിലൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഫാർമക്കോപ്പിയൊക്കെ മീറ്റിംഗ് മുമ്പ് ഞാൻ പോകുമ്പോഴല്ലോ ഡോക്ടർ വലിയാത്ത മെമ്മോറിയൽ ലുക്ക് ഹിയർ ദിറ്റ്സ് എ സെറ്റ് ബാക്ക് എന്നൊരു വാക്ക്. അത് വി ഹാവ് റിസീവ്ഡ് 21 കമൻറ്റ്സ് ഫ്രം 2 റെഫറീസ്. യു വിൽ ഹാവ് ടു ആൻസർ ദം. കാരണം മോസ്റ്റ്ലി ഞങ്ങളെ പറ്റിയിട്ടാണ്, ആയുർവേദ കോമ്പണൻ്റ്, മറ്റേ മോഡേൺ സയൻസിനെ പറ്റി അവർക്ക് അത്ര ആക്ഷേപമില്ല. ബിക്കോസ് ദാറ്റ്സ് ഓൾ എസ്റ്റാബ്ലിഷ്ഡ് ആസ്പെക്ട്സ്. അപ്പം എനിക്ക് നാച്ചുറലി ഇവിടെ വന്ന ശേഷം ഐ ടുക്ക് 2 days അതിനെ റിപ്ലൈ ചെയ്യാം. ചിലത് ഞാൻ റിബട്ട് ചെയ്തു, ചിലത് ഞങ്ങൾ അതിനെ ആൻസർ ചെയ്തു. അതിലെന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ അവിടെ ആയിരിക്കും ഒരു പക്ഷേ എൻ്റെ ഈ BRC ഉണ്ടായിട്ടില്ല. മറ്റേ ഞങ്ങളതെല്ലാം ചെയ്തത് വളരെ സയൻറ്റിഫിക് സ്റ്റെപ്സ് ഫോളോ ചെയ്ത്, പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തിട്ട്. എത്ര വർഷം BRC? 24 കൊല്ലം. ഞാൻ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ എനിക്ക് 20 മുണ്ടശ്ശേരി പാസ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു 80. അത് പാസ്സായി അവിടെ എത്തിയപ്പോൾ എനിക്ക് 19 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ BRCയിൽ ജോലിക്കാരനായപ്പോൾ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 43 വയസ്സാണ്. ഐ വാസ് റാദർ യങ്. PSC അവിടെ ചെയ്തോ? MSc PhD ഞാൻ അവിടെ ബോംബെ അവിടെ BSc തന്നെ അങ്ങനെ ഞങ്ങൾ വി ആർ അഫിലിയേറ്റഡ് യൂണിറ്റ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് BSc കഴിഞ്ഞ് പോയതാ. അപ്പോൾ അതിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിങ്ങനെ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, അതിൽ ആയുർവേദ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ ചോദിച്ചു, നിങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞ പോലെ അല്ലല്ലോ രസായനം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശാസ്ത്രത്തിൽ പറഞ്ഞ പോലെ രസായനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഉണ്ടാക്കിയാൽ അതാവില്ല. ഈ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ നിഴലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടാച്ചാൽ ഈ പോണ വണ്ടികളിലെ എക്സോസ്റ്റും ഇതാവാന്നല്ലാതെ അതൊന്നും അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഞങ്ങൾ അണ്ടർ വാക്വമാണ് ഞങ്ങൾ ചെയ്തത്. ഡിഹൈഡ്രേറ്റ് ചെയ്ത് അണ്ടർ വാക്വം. വാക്വം വെച്ചാൽ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്, ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ടു മച്ച്. ഇങ്ങനെ പല കാര്യങ്ങൾ. അൾട്ടിമേറ്റ്ലി നോട്ട് ഇറ്റ് വാസ് ആക്സെപ്റ്റഡ്. ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് ഡോക്ടർ വലിയത്താൻ്റെ കഥ. അദ്ദേഹം അങ്ങനെ പേഴ്സണലായിട്ടൊന്നും മതി 3 സെൻറ്റ് മുരളി, ഐ എം സോ വെരി ഹാപ്പി യുവർ പോയിന്റ് ടു ബി റിപ്ലേസ് ഹാവ് സാറ്റിസ്ഫൈഡ് ദ റെഫറീസ്, യു ഹാവ് done a good job, I appreciate your mentor. It was a great thing for him. അതിൻ്റെ ആ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്ലോസ് 1 wrote to us, it was one of the 25% of the total papers published in it with maximum citation എന്ന് പറഞ്ഞിട്ട് ഈ പേപ്പർ. അതെ, ആമലിക്ക് രസായനം. അതിൽ വലിയ സാറുണ്ടോ? വലിയത്താൻ സാറും ഞാൻ എൻ്റെ ഓഥേഴ്സ് അതിലൊക്കെ അദ്ദേഹം ഈസ് എ കോഥർ. അദ്ദേഹമാണ് എൻ്റെ അത് മോണിറ്റർ ചെയ്ത് കാണുന്നുണ്ട്. ലഖോട്ടിയ എന്ന് പറഞ്ഞതിൻ്റെ ഒരു മിസ് ജൂയിസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ലേഡി, പബ്ലിഷ് പേപ്പറായിട്ട് തന്നെ അസൽ പേപ്പറായിരുന്നു അത്. ഈ ആമലികേയത്തിന് വേറെ 2 ദിക്കിലും കൂടി ഞങ്ങൾക്ക് കൊളാബറേഷനായി. ഒന്ന് തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അവിടെ ഡോക്ടർ CC കർത്ത, അയാൾക്ക് മോഡേൺ ഡോക്ടർ. അദ്ദേഹം ശരിക്കും മോഡേൺ ഡോക്ടറാണ്. അവർ മൗസ് മോഡൽ, അവർക്ക് ഇത് ഫ്രൂട്ട് ഫ്ലൈയിലാണ്. അവർ മൗസ് മോഡൽ ചെയ്തിട്ട് ഹാർട്ട് മസിൽ ഓപ്പറേഷൻസിന് ഇത് എത്രത്തോളം യൂസ്ഫുള്ളാണ്, ഇറ്റ്സ് ഹെൽപ്പിംഗ് എന്നുള്ളത് കണ്ടിട്ട് ദാറ്റ് ഗോട്ട് പബ്ലിഷ് ഇൻ നേച്ചറിലൊരു പേപ്പർ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നേച്ചർ മോഡേൺ മെഡിസിൻ ചെയ്തിട്ടുള്ളത്. എക്സാക്ട്ലി. വേറൊന്ന് ചെയ്ത് ഹ്യൂമൻസിലാണ്. അപ്പോൾ ഡ്രോസോഫില
മറ്റേ ഹ്യൂമൻ മോഡൽ ചെയ്തിട്ടുള്ളത് മണിപ്പാൽ അക്കാഡമിയിൽ ഡോക്ടർ സത്യമൂർത്തിയും ഈ ഗുരുപ്രസാദും കൂട്ടരും കൂട്ടിയിട്ടാണ് ബി ആർ കോമൺ കോതരത്തിൽ. അതിൽ അവർ ചെയ്തത് 40, 50, 60 ഏജ് ഗ്രൂപ്പ്. അത് മെഡിക്കൽ ഇതിന്റെ സെന്റർ ഫോർ അതെ, മണിപ്പാൽ അക്കാഡമി ഈസ് എ സെൻറ്റർ ഓഫ് എക്സലൻസ്. ഈ നോർമൽ ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിന് കൊടുത്തിട്ട് അത് കണ്ടിട്ടുള്ളത് ടെലോമറ എന്ന് പറയും. ടെലോമറേസ് എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ഹീലിക്സിൻ്റെ ഈ ബ്രിഡ്ജുകൾക്ക് ഉണ്ടാവുന്ന ഇതാണ് ടെലോമറേസ് എന്ന് പറയാം. അത് കുറച്ച് കഴിഞ്ഞാൽ വിതറിയും. എപ്രകാരം അതിന് എപ്പോഴും ഉദാഹരണം പറയാം, നമ്മൾ ഷൂസിന് കെട്ടാൻ ലേസില്ലേ, ലേസിൻ്റെ അപ്പുറത്തുള്ള 2 പ്ലാസ്റ്റിക് കെട്ടില്ലേ, അത് ആ പ്ലാസ്റ്റിക് കെട്ട് പോയി അതിങ്ങനെ വിതറിയത് പോയില്ലേ, അതുപോലെയാണ് ഈ ഇതിൻ്റെ ബ്രിഡ്ജിന് വരുന്ന ഡാമേജ്. സാധാരണ ഹ്യൂമൻ ബോഡിക്ക് ഈ DNA റിപ്പയർ മെക്കാനിസം പറയും. സാധാരണ സൂട്ടൊക്കെ നമ്മുടെ സിസ്റ്റം തന്നെ റിപ്പയർ ചെയ്യും. പക്ഷെ അതിന് വല്ലാണ്ട് സീരിയസ് ഇംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് 2 കണ്ടീഷനിലാണ്. ഒന്ന് പ്രായമാകുമ്പോൾ, ഏജ് റിലേറ്റഡ്. രണ്ടാമത് ക്യാൻസറിനെ പോലെയുള്ള സൂക്കേട് വരുമ്പോൾ. ഇത് രണ്ടും വരുമ്പോഴാണ് ഉണ്ടാവുക. ഈ ആമലിക രസായനം കൊടുത്തിട്ട് ഈ ഹ്യൂമൻ ബീയിങ്സിന് DNA റിപ്പയർ മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്തു എന്നുള്ളതാണ്. ഈ ടെലോമറേസ് ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള ഒബ്സർവേഷനാണ്. ഇതും ഒരു ഇൻ്റർനാഷണൽ ജേണലാണ് വന്നത്. അപ്പോൾ ഈ ആമലിക രസായനത്തിൻ്റെ ഇങ്ങനെ 3 ദിക്കിൽ ഇത് വന്നു. ഇതുപോലെ ഞങ്ങൾ പാർട്ട്ണർ ചെയ്താണ് രസസിന്ദൂർ. മെർക്കുറി ഉള്ള സാധനമാണ്. പക്ഷേ ഈ പറഞ്ഞമാരെ ദർ ഇസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിങ് ഇറ്റ് ആൻഡ് ദർ ഇസ് എ സ്റ്റാൻഡേർഡ് ഡോസ് ഫോർ ദാറ്റ്. മാത്രം വളരെ പ്രധാനമായി നിങ്ങൾക്ക് ഡോസേജ്. അതിന് നമ്മൾ പാർട്ട്ണറിൻ്റെ ആയിരുന്ന IIT ഖരഗ്പൂർ പ്രൊഫസർ സുജിത് റോയ് എന്ന് പറഞ്ഞ ആളുകളാണ്. അതുപോലെ അതിൻ്റെ ഒരു ഭാഗം ചെയ്തത് BARCയിലെ സിങ്ക്രോട്രോൺ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ നന്ദിത രാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നന്ദിത രാം ഉണ്ട്. പിന്നെ ഈ ലഖോട്ടിയും. ഈ 3 കണ്ടത് എന്താ വെച്ചാൽ ഈ ടിപ്പിക്കൽ ആയുർവേദിക് പ്രോസസ്സിങ് കൊണ്ട് സംഭവിക്കുന്നത് ദർ ഇസ് എ നാനോ ട്രാൻസ്ഫോർമേഷൻ. ദ വെരി പാർട്ടിക്കിൾ സൈസ് ചേഞ്ചസ്. ഈ ശരിക്കും നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മെഡിസിനിൽ മാത്രമല്ല, മറ്റു പല സയൻസിലും അപ്ലൈയാണ്. കാർബൺ നാനോ ടെക്നോളജിയൊക്കെ വളരെ കാര്യമായിട്ടുള്ളതാണ്. ഈ നാനോ സൈസ് ആകുമ്പോൾ പ്രിസൈസ് ഡോസ് ഡെലിവറിയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. മാത്രമല്ല അതിൻ്റെ എലിമെൻ്റൽ, ആ പർട്ടിക്കുലർ കെമിക്കൽ എലിമെൻറ്റിൻ്റെ ക്യാരക്ടറിന് ചില കാര്യമായ മാറ്റങ്ങൾ വരും നാനോ ഫോമുലേഷൻ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ കണ്ടത് ശരിക്കും മെർക്കുറി എന്ന് പറഞ്ഞാൽ മെർക്കുറിയും സൾഫറും കൂടി ഒരു പ്രോസസ്സാണ്. അപ്പോൾ സാധാരണ എനിക്ക് അതിനെ മെർക്കുറിക് സൾഫൈഡായിട്ട് കാണാം. ബട്ട് ഇറ്റ് വാസ് ഫൗണ്ട് ബൈ ദീസ് പീപ്പിൾ. എനിക്ക് ഇതേക്കുറിച്ച് വലിയ വിവരമല്ല. ഒരു സംശയം ചോദിച്ചു, ഈ രസസിന്ദൂരം തന്നെയാണ് ഇവർ അന്നഭേദി സിന്ദൂരം എന്ന് പറഞ്ഞാൽ അത് അല്ല, അതിലും ഇതുണ്ടെങ്കിൽ എൻ്റെ പ്രൊസീജിയർ ആകെ വ്യത്യാസമുണ്ട്. അന്നഭേദി ആയുർവേദത്തിലുണ്ട് ഉണ്ടല്ലേ. അന്നഭേദി സംതിങ് ഈവൻ ക്യാരിയിങ് പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കേണ്ടതാണ് ആയുർവേദത്തിലത്തെ ആളുകൾ. അത് സിദ്ധ മെഡിസിൻ ആണ്. അല്ല, പക്ഷേ അയണാണ് പ്രധാനം. അപ്പോൾ അയൺ ഡിഫിഷ്യൻസിക്ക് നല്ലതാണ് കൊടുക്കേണ്ടതാണ്. മെർക്കുറിയുള്ള വേറെ ചില ഡ്രഗുകളുണ്ട്. പക്ഷേ ഇതിൽ രസസിന്ദൂരത്തിൽ പ്രൈമറി മെർക്കുറിയും സൾഫറാണ്. അപ്പോൾ ഇതിൽ അവർ കണ്ട ഒരു ഒബ്സർവേഷൻ, മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കെമിക്കൽ മെർക്കുറി സൾഫൈഡായിട്ട് ഇത് ക്യാരക്ടർ വ്യത്യാസമുണ്ട്. ഈവൻ ദോ ഇറ്റ് ഈസ് മെർക്കുറി നമ്പർ 1. നമ്പർ 2, ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചർ ഈസ് ക്വൈറ്റ് റിഫൈൻഡ്. ഇറ്റ് ഈസ് എ നാനോ റേഞ്ചാണ്. മൂന്നാമത് അവർ നടത്തിയിട്ടുള്ള 3 സ്റ്റഡീസിലും മെറ്റൽ റിലേറ്റഡ് ടോക്സിസിറ്റി ഇല്ല. പക്ഷെ അതിനൊരു കണ്ടീഷൻ റൈഡർ എപ്പോഴും ആ പേപ്പറിൽ പറഞ്ഞു, പ്രൊവൈഡഡ് it is prepared in the right manner as per the classical stipulation and it is administered in the right dose. മാത്രം വളരെ പ്രധാനമാണ്. Which means that it is not something for someone just to go and buy it across the counter and start using it. അത് അണ്ടർ മെഡിക്കൽ കെയർ കൊടുക്കേണ്ട മരുന്ന്, യാതൊരു സംശയമില്ല. ബട്ട് ഇറ്റ് ഈസ് എ സേഫ് മെഡിക്കൽ എയ്ഡ്. അപ്പോൾ ഇത് രണ്ടാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം, നമ്മുടെ ഈ ഡോക്ടർ CP മാത്യു സാറിൻ്റെ ഒരു ജീവിതക്കുറിപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് കണ്ടതാണ്, വലിയൊരു പബ്ലിഷ് ഒന്നുമല്ല, മറ്റു വേണ്ടത്തൊരു ബുക്സ് കളിക്കണ്ടെന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ അതിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്, 3600 പേഷ്യൻസിന് പുള്ളി ഈ മെഡിസിൻസ് കൊടുത്തിട്ട് ഒരാൾ പോലും ഈ മെർക്കുറി കിഡ്നിയിൽ പറയുന്ന ഹെവി മെറ്റൽസിൻ്റെ ഇത് ലിവറിലോ കണ്ടിട്ടില്ല എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. മറ്റു മെഡിക്കൽ ഞാനും ഇത് കണ്ടിട്ടില്ല. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ദർ ഇസ് സംതിങ് കോൾഡ് ആൻ ഇൻഫോർമൽ എപ്പിഡോമിയോളജി സ്റ്റഡി ഇൻ ദിസ്. കാരണം ഇന്ത്യൻ സമുദായം പണ്ട് മുതൽ തന്നെ നമ്മൾ ഒബ്സർവേഷൻസിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഉമ്മത്തും കായ വിഷമാണെന്ന് സമുദായത്തിന് അറിയാം. ആത്മഹത്യ ചെയ്യാൻ ആളുകൾ ഉപയോഗിക്കും, അല്ലാണ്ട് ഉപയോഗിക്കും. ദാറ്റ് ഈസ് ഇൻ ദ കളക്റ്റീവ് കോൺഷ്യസ് ഓഫ് ദ പീപ്പിൾ. ഇതൊരു വൈദ്യൻ അറിഞ്ഞുകൊണ്ട് തൻ്റെ രോഗിക്ക് സൂക്കട് മാറാൻ കൊടുക്കണതാണ്. അപ്പോൾ അറിഞ്ഞും കൊണ്ട് കൊടുക്കില്ല, യാതൊരു സംശയമില്ല. അത് ഇന്ന പർപ്പസിന് ഇന്നത് നന്നെന്ന് പറഞ്ഞാൽ കൊടുക്കണത്. ഇഗ്നോറൻസും കൊണ്ട് കൊടുക്കുമെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിന് ഓവർ ദ പീരീഡ് ഓഫ് ടൈം അക്രോസ് ദ കൺട്രി, കേരളത്തിൽ ഇപ്പോൾ എനിക്കൊരു ഡാറ്റ ഉണ്ട്, കേരളത്തിൽ ഈ ഹെർബേഷ്യസ് മെഡിസിൻസ് ആദ്യം ഉപയോഗിക്കുക. മെറ്റൽ ബേസ്ഡ് മെഡിസിൻ നമ്മുടെ ഡോക്ടറിൽ ഉപയോഗിക്കുന്ന വൈദ്യന്മാർ മേ ബി സം 5% കുറവേ ഉള്ളൂ നമ്മുടെ മേജർ ബട്ട് വെസ്റ്റേൺ ഇന്ത്യയിൽ അതല്ല. ഗുജറാത്ത്, UP അവിടെയൊക്കെ ഭാഗത്തുള്ളത് ഈ അവർക്ക് രസൌഷധികളാണ് ഏറ്റവും അധികം ഉള്ളത്.
അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എപ്പിഡോമോളജി ഒന്നും പോരാ. ദർ ഹാസ് ബീൻ ആൻ ഇൻഫോർമൽ എപ്പിഡോമോളജി ഹാപ്പനിങ് ഇൻ ദിസ് കൺട്രി. ദാറ്റ് ഡാറ്റ വുഡ് ഡെഫിനറ്റ്ലി ഹാവ് കം ഔട്ട്. ഇറ്റ് ഹാസ് നോട്ട് കം ഔട്ട്. അപ്പോൾ ഇതിനർത്ഥം ആർക്കും ടോക്സിസിറ്റി ഇല്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ബ്ലാങ്കറ്റായിട്ട് ഇത് ടോക്സിക് ആണ് എന്ന് പറഞ്ഞതിന് പകരം ഇത് ബ്ലാങ്കറ്റായിട്ട് ടോക്സിക് ആയിട്ട് അല്ല എന്നാണ് പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇതാണ് 2 കോമ്പണൻ്റ് ഉണ്ടായിരുന്നത്. വലിയത്താൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റി പറയുന്ന സമയത്തും കേരളത്തിൽ പൊതുവേ പറയുക അദ്ദേഹം ആ 3 പുസ്തകം എഴുതിയതിനെ പറ്റി മാത്രമേ എനിക്കും അതേ അറിയുള്ളൂ. പക്ഷേ അതിനൊന്നും ഒട്ടും അപ്രധാനമല്ല അദ്ദേഹം ഇത് ചെയ്തത്. അല്ല, ഇത് അതിനേക്കാൾ പ്രധാനമാണ്. അതെന്താ കാരണം വെച്ചാൽ അത് പക്ഷേ കേരളത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അധിക പേര് അറിഞ്ഞിട്ടില്ല. ആയുർവേദശാല അറിഞ്ഞുള്ളൂ. ആയുർവേദശാല സംഗതി പക്ഷേ ഞാനാണത് കോർഡിനേറ്റ് ഇത് മാത്രം. മറ്റൊരാൾക്ക് അറിഞ്ഞാൽ അതിലിപ്പോൾ ഞാനാണ് എന്നതിൽ ഡോക്ടർ പി എം വാരിക്ക് അറിയാം. അദ്ദേഹം വാസ് വെരി ക്ലോസ്ലി ഇൻവോൾവ്. അപ്പോൾ ഇതിനുണ്ടായത് ഗുണം, ഹി ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം where modern scientists and Ayurveda could talk on equal par, number one. He made modern institutions and modern scientists to be interested in Ayurveda. And they were not looking at this at all. They were not prepared to look at it. They were not prepared to touch it with a long tongue. അപ്പോൾ അത് സംസാരിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കൊണ്ടാണ് അവരൊക്കെ അതിന് പുറപ്പെട്ടു വന്നത്. മാത്രമല്ല, ഹി എക്യുപ്ഡ് ആയുർവേദിക് പീപ്പിൾ ടു ഇവരോട് സംസാരിക്കാനുള്ള എക്യുപ്മെൻ്റ് ആയുർവേദ ഇതുണ്ടാക്കി. ഇങ്ങനെ 3 തരത്തിലാണ് ഇതുണ്ടായുള്ള ജനറൽ, അപ്പാർട്ട് ഫ്രം ദീസ് പബ്ലിക്കേഷൻസ്, അപ്പാർട്ട് ഫ്രം ബ്രിങ്ങിങ് ആയുർവേദ നോളജ് ടു ഗ്ലോബൽ പ്ലാറ്റ്ഫോം, ഗ്ലോബൽ സയൻറ്റിഫിക് പ്ലാറ്റ്ഫോം, അതിനൊക്കെ പുറമെ ഇങ്ങനെ ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. മറിച്ച് അദ്ദേഹത്തിൻ്റെ 3 പുസ്തകം എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഒന്ന് ഡയഗ്രസ് ചെയ്ത് പറയുകയാണ്. ആയുർവേദ ഫിസിഷ്യൻസിന് അല്ലെങ്കിൽ ആയുർവേദ സ്കോളേഴ്സിന് ആ 3 പുസ്തകം അത്ര ആവശ്യമൊന്നുമില്ല. വിരോധമില്ല, അതല്ല ടാർഗറ്റ് ഓഡിയൻസ്. അവർ ആ ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് വേറെ നിലയ്ക്ക് പഠിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു സാൻസ്ക്രിറ്റ് സ്കോളർ വേണേലും ഇത് അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ, ഈ പണ്ട് മുണ്ടശ്ശേരി പറഞ്ഞിട്ടുണ്ട് ഈ മഹാഭാരതത്തെ പറ്റിയിട്ട്. മഹാഭാരതമൊക്കെ കേൾക്കാം, പക്ഷെ അത് കുത്തിക്കെട്ടി ലേശം ലൂസായിരുന്നു. ബൈൻഡ് വെച്ചാൽ അങ്ങനെ ഒരു സ്ലൈറ്റ്ലി ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. ഇഫ് യു വിൽ എഗ്രി, മറ്റേ ചരക സംഹിതയൊക്കെ ഉള്ളതുണ്ട്, അതൊക്കെ ഒരു സെമിനാർ മാതിരിയാണ്. ഗുരുവും ശിഷ്യന്മാരും കൂടി ഡിസ്കസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് വെച്ചാൽ, അപ്പോൾ ഈ സബ്ജക്റ്റ് ഇവിടെ പറയും, ആ സബ്ജക്റ്റ് കുറച്ച് അവിടെ പറയും, ഇങ്ങനെ അതിനെ തീമാറ്റിക്കായിട്ട് സബ്ജക്റ്റ് വൈസായിട്ട് റീസ്ട്രക്ചർ ചെയ്ത് ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു കാര്യം. എന്നിട്ട് ഹി പ്രസൻറ്റഡ് ഇൻ എ മാനർ, ഇൻ സച്ച് ആൻ ഒബ്ജക്റ്റീവ് മാനർ വിച്ച് വാസ് ആക്സസിബിൾ ടു മോഡേൺ സയൻറ്റിസ്റ്റ്, വിച്ച് വാസ് അണ്ടർസ്റ്റുഡ് ബൈ ദ മോഡേൺ സയൻറ്റിസ്റ്റ്. ഈ ചരകൊന്നും വായിച്ചിട്ട് ആർക്കും എൻലൈറ്റൻഡ് ആവാൻ വിഷമം, അൺലെസ് യു ബിക്കം എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദാറ്റ്. അങ്ങനെ ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള കോൺട്രിബ്യൂഷൻ. ഈ 3 ലെഗസിയുടെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതാണ്. അപ്പാർട്ട് ഫ്രം പുട്ടിങ് ഇറ്റ് ഇൻ എ സർട്ടൺ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ക്യാപ്സുലേറ്റ് ചെയ്തിട്ടു എന്നുള്ളത് പുറമെ ഇങ്ങനെയുണ്ട്. അല്ല, അത് വേറൊരു തരത്തിലുണ്ട്. നമ്മുടെ നാട്ടുകാർ വായിച്ചില്ലെങ്കിൽ പോലും ഇന്റർനാഷണലി അത് ആ പർപ്പസ് സെർവ് ചെയ്തു. പക്ഷേ ഇതാണ് ആയുർവേദത്തിന് ഡയറക്റ്റ് ആയിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം കേട്ടോ. ഞാൻ ഇനി അതിലുണ്ടായ 3ാമത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ പഞ്ചകർമ്മത്തിൽ ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട്. മറ്റേ ബോംബെയിൽ മറ്റേ ശ്രീ ചെസൻ മെഡിക്കൽ കോളേജിൽ ആണ് അവർ ചെയ്തത്. ഞാൻ ഫൊർഗറ്റ് ഹെർ നെയിം, ദാറ്റ് ലേഡി. അവരൊക്കെ മോഡേൺ ഫാർമക്കോളജിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ളത് വസ്തി എന്നാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പഞ്ചകർമ്മ പ്രൊസീജിയർ. വസ്തി ഉപയോഗിച്ചിട്ട് ഈ ഇമ്മ്യൂൺ ബാലൻസിൻ്റെ ബാലൻസിങ് മെയിൻ്റനൻസിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആണെന്ന് കണ്ട് അതും പബ്ലിഷ് ചെയ്തിരിക്കണം. ദാറ്റ് ഓൾസോ ഹാസ് ബീൻ പബ്ലിഷ്. പിന്നെ പ്രകൃതി, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ അത് വേണ്ടത്ര ഒരു ഫ്രക്ചേഷനിൽ വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പേപ്പേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു 10-30 പേപ്പർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരുവെച്ചാൽ 7 പേപ്പറിൽ കോഥേഴ്സാണ്. അതെനിക്ക് വലിയ അഭിമാനം. എൻ്റെ കൊളീഗ്സൊക്കെ ഇത് വലിയത്താൻ്റെ കൂടെ കോഥറായിട്ടൊരു പേപ്പറിൽ വരിക എന്നുള്ളത്. ബട്ട് ദെൻ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു അസയ്യ അതൊരു ഇറ്റു 1 decade ഓഫ് അസയ്യ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കറണ്ട് സയൻസിൽ എഡിറ്റോറിയലൊക്കെ എഴുതിയിട്ടുണ്ട്. He gave it to the Department of Science and Technology under the Government of India. DST. അവിടെയാണ് ടാസ്ക് ഫോഴ്സ് ഓൺ ആയുർവേദിക് ബയോളജി. അവർ ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള കൊളാബറേറ്റീവ് മോഡേൺ സയൻസും ആയുർവേദവും എക്സ്പേർട്സ് തമ്മിൽ യോജിച്ച് ചെയ്യുന്ന റിസർച്ചിന് ഫണ്ട് ചെയ്യാണ്. പിന്നീട് ദാറ്റ് വാസ് ട്രാൻസ്ഫേർഡ് ടു സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ്, SERB എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അവരാണ് അപ്പോൾ അത് ചെയ്യണത്. അവർ ചിലതൊക്കെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രസായനത്തിൻ്റെ കാര്യത്തിൽ ഈ പ്രകൃതിയും മൈക്രോബയോമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ വർക്കുകൾ പല യൂണിവേഴ്സിറ്റി. അതിലൊരു കണ്ടീഷൻ എന്താണ്, the project should be initiated by a modern scientific institution and scientists. It should have an Ayurveda collaboration. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മേജർ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് സിസ്റ്റം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രോജക്റ്റ് പ്രകാരം IIT സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഹി ഗേവ് എ സീരീസ് ഓഫ് 20 lectures
സീരീസ് ഓഫ് 20 ലെക്ചേഴ്സ് ഓൺ ആയുർവേദ. അതൊരു CD-യിലായിട്ട് അദ്ദേഹം ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് വാസ് അത് ഗവൺമെൻറ് മേഡ് ഇറ്റ് എ കോഴ്സ്. IIT സ്റ്റുഡൻസിൻ്റെ ഈ ഇതിൽ എന്താണ് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് മെക്കാനിസം സിസ്റ്റം എന്നൊക്കെയാണ് അതിന് പറയുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 20 ലെക്ചർ കോഴ്സ് വലിയത്താൻ്റെ അതിലത് അതും അദ്ദേഹം ചെയ്തപ്പോൾ എന്നെ എന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ചിലക്ക് എഴുതും. അതിൽ ആരെങ്കിലും ഞാൻ നമ്മുടെ മനോജ് കുമാറിന് അത് റെഫർ ചെയ്തിട്ടുണ്ടായി. നമ്മുടെ കമൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് മനോജിന് 2-3 പേർക്ക് അത് അയച്ചു കൊടുക്കുന്നുണ്ടായി. പിന്നീടും ഈ കണ്ടിന്യൂഡ് സം ഓഫ് ദി വർക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊരു ബുക്കുണ്ട് 2 കൊല്ലം മുമ്പ് റിലീസ് ചെയ്ത്. ഐ വുഡ് ലൈക്ക് യു ടു ഗെറ്റ് എ കോപ്പി ഓഫ് ദാറ്റ് ഇഫ് പോസിബിൾ. ആയുർവേദ ദ എക്സ്പാൻഡിങ് ഫ്രോണ്ടിയേഴ്സ് എന്നാണ് അതിട്ടത്. അതെന്താ ഉദ്ദേശിച്ചാൽ ആയുർവേദശാലയാണോ പബ്ലിഷ്ഡ് ആയുർവേദശാലയാണ്. അത് ഞാൻ ആ കോപ്പി കാണിച്ചു തരാം. അതിൽ ഇറ്റ് ഇസ് എൻ ആന്തോളജി ഓഫ് ഇൻവൈറ്റഡ് ആർട്ടിക്കിൾ. 400 പേജ് ബുക്കാണത്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു എഡിറ്റ് ഇറ്റ്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ആയുർവേദ ക്ലിനിക്കൽ മെത്തഡോളജി ഷുഡ് ഹാവ് എ പ്രോട്ടോക്കോൾ, യൂണിഫോം പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ അതിലെന്താ ഈ കോൺഫ്ലിക്റ്റ് വരാതെ വെച്ചാൽ ഈ സാധാരണത്തമാർ രോഗം നോക്കി ആസ്പ്രോ അനാസിൻ കൊടുക്കുന്ന മെത്തേഡല്ല ആയുർവേദത്തിന്. ഇപ്പോൾ വയറിളക്കണ വെച്ചാൽ തന്നെ അവർക്ക് പല ചൂർണ്ണങ്ങളുണ്ട്, ഋകൃതമുണ്ട്, കഷായമുണ്ട്, ആവണക്കനുണ്ട്. ദർ ആർ വെരി മെനി ഡിഫറെൻറ്റ്. ഏത് കാര്യത്തിനും ഒരു മരുന്നല്ല, പല മരുന്നുണ്ട്. അത് ഈ മുമ്പിലിരിക്കുന്ന രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടാണ്, പ്രകൃതി നോക്കിയിട്ടാണ് ഇയാൾക്ക് ഏതാ പറ്റുക എന്ന് വൈദ്യം നിശ്ചയിക്കുന്നത്. അപ്പോൾ ദർ ഇസ് എ സബ്ജക്റ്റീവ് എലിമെൻറ്റ്, ഇറ്റ്സ് നോട്ട് ഒബ്ജക്റ്റീവ് ഇൻ ദാറ്റ്. പിന്നെ മാത്രമല്ല ശരീരപ്രകൃതി, ഭക്ഷണം, ബലം, ഗുണം നോക്കണം. പലവർക്ക് പല കാലം പലതും നോക്കാണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ ഡ്രഗ് ഫോർ അതിങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റണതല്ല. ദാറ്റ് ഈസ് എഗ്രിയബിൾ. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതായത് അങ്ങനെ ആയാൽ ദർ ഷുഡ് ബി എ നോർമൽ പ്രോട്ടോക്കോൾ. അവിടെ നിന്ന് അങ്ങോട്ട് അതിലും ഞാനിതാ ചെയ്യാറ്, എൻ്റെ ഗുരു ഇതാ പറഞ്ഞത്, ഞാനിതാ ചെയ്യാറ്, എൻ്റെ ഗുരു അതാ പറഞ്ഞത്, ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് അതിൻ്റെ. സോ ദർ ഷുഡ് ബി എ സ്റ്റാൻഡേർഡ്. ആ സബ്ജക്റ്റിവിറ്റി ആക്സെപ്റ്റബിളാണ്. പക്ഷേ ഈ സബ്ജക്റ്റിവിറ്റി ആക്സെപ്റ്റബിളാണ്. അദ്ദേഹം എപ്പോഴും ദർ ഷുഡ് ബി എ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ. അതാണ് നമ്പർ 1. നമ്പർ 2, ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് എ ക്ലിനിക്കൽ റിസർച്ച്. പക്ഷെ അവിടെയുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ മോഡേൺ മെഡിസിൻ പറയുന്ന കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ക്ലിനിക്കൽ റിസർച്ച് കനോട്ട് ബി അഡാപ്റ്റഡ് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഫോർ ആയുർവേദ. എഗൈൻ ഇതൊക്കെ തന്നെ കണ്ടീഷൻ. ഈ വ്യക്തിയാണ് പ്രധാനം. അതിൽ തന്നെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈ പ്രൊഫസർ രാം മനോഹർ എന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു അമേരിക്കയിലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഇപ്പോഴല്ല 10 കൊല്ലം മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റുമാറ്റിസത്തിനുള്ള ആയുർവേദിക് തെറാപ്പി. ഹി ഹാഡ് എ ബിഗ് പ്രോബ്ലം. പക്ഷേ ഫൈനലി പുട്ട് ഈസ് ഫുഡ് ഡൗൺ. വി വിൽ ഹാവ് അവർ ഓൺ പാരാമീറ്റേഴ്സ്. ആദ്യത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കൊടുത്ത് മരുന്ന് 3 ആഴ്ച കൊടുക്കുന്ന പറഞ്ഞു എനിക്കത് 9 മാസം വേണം മിനിമം. ഇന്ന തരത്തിലാണ് ഞാൻ ചെയ്യാൻ പോണത്. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ, ഫൈനലി ദേ ബീയിങ് ഗുഡ് സയൻറ്റിസ്റ്റ് ഇൻ അമേരിക്ക, ദേ ആക്സെപ്റ്റഡ് ദാറ്റ്. ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്. ആൻഡ് ദാറ്റ് ഗോട്ട് പബ്ലിഷ്. 2 പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫുക്സ് എറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇതാവാം. 2, WHO ഹാസ് റെക്കഗ്നൈസ്ഡ് ദ യൂണീക്ക് ക്യാരക്ടർ ഓഫ് വാട്ട് ദേ കോൾ ആസ് TCM, ട്രഡീഷണൽ മെഡിസിൻ, TMൻ്റെ. അതിലെന്താ അവർ പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ പോലെ മോഡേൺ മെഡിസിന് ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ ട്രയൽ മെത്തേഡ്സ് പലപ്പോഴും ഒരു പക്ഷേ ഇത് ട്രഡീഷണൽ മെഡിസിന് ബാധകമാവില്ല. അവർക്ക് അവരുടേതായ എപ്പിസ്റ്റമോളജിക്കൽ കൺസേൺസ് ഉണ്ട്, മെത്തഡോളജിക്കൽ ഇതുണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വിരോധമില്ല. അതന്നെ വേണം, നിർബന്ധിക്കാൻ വയ്യ. ഈ ബ്ലൈൻഡഡ് പ്ലാസിബോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് വേണമെന്നില്ല. ഒരു ബ്ലാക്ക് ബോക്സ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ സിംഗിൾ ദ പേഷ്യൻറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഹിസ് ഓർ ഹെർ ഓൺ സ്റ്റാൻഡേർഡ്, ഇങ്ങനെ പല മെത്തഡോ. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യണം. ഇങ്ങനെ അദ്ദേഹം വെഹിമെൻ്റായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മോഹം അതൊക്കെ തന്നെയാണ്. ഇതൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്കുണ്ട്. അതിപ്പോൾ 2022 പബ്ലിഷ് ചെയ്ത് ആർട്ടിക്കിൾ, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ.